കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച് ബി.ജെ.പി. നേതാവും മഹാരാഷ്ട്ര മന്ത്രിയുമായ നിതേഷ് നാരായൺ റാണെ. കേരളം എന്ന് കേട്ടാൽ ബി.ജെ.പി. നേതാക്കൾക്ക് എന്താണ് ഇത്ര കലി? കേരളം ഒരു മിനി പാകിസ്ഥാൻ തന്നെയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. എല്ലാ തീവ്രവാദികളും അവർക്ക് വോട്ട് ചെയ്യുന്നവരാണ്. ഞാൻ സത്യമാണ് പറയുന്നത്. തീവ്രവാദികളുടെ പിന്തുണയോടെ മാത്രമാണ് ഈ കൂട്ടർ എം പിമാരാകുന്നത് എന്നാണ് ഈ നിതേഷ് നാരായൺ റാണെ, ബി.ജെ.പിയുടെ തുറമുഖ ഫിഷറീസ് മന്ത്രി, മഹാരാഷ്ട്രയിലെ പുതിയ മന്ത്രിസഭയുടെ തുറമുഖ ഫിഷറീസ് മന്ത്രി. ആദ്യമായിട്ടാണ് അദ്ദേഹം മന്ത്രിയാവുന്നത്. പക്ഷേ വിദ്വേഷ പരാമർശങ്ങൾ ആദ്യമായിട്ടല്ല. നിരവധി കേസുകൾ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട കുപ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് വേണമെങ്കിൽ പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. മുൻ മുഖ്യമന്ത്രി നാരായൺ റാണയുടെ മകനാണ് നിതീഷ് നാരായൺ റാണെ എന്നത് എടുത്തു പറയണം. കാരണം ശിവസേനയിൽ നിന്ന് കുതികാൽ വെട്ട് നടത്തി മനോഹർ ജോഷിയെ പുറത്താക്കി മുഖ്യമന്ത്രിയായി അവിടെ നിന്ന് പിന്നീട് കോൺഗ്രസിലേക്ക് വന്ന് 2005 കോൺഗ്രസിലേക്ക് വന്ന് അവിടെയും മുഖ്യമന്ത്രി ആവാനുള്ള വിലാസ്റാവു ദേശ്മുഖിനെ വെട്ടി മുഖ്യമന്ത്രി ആവാനൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ട ഒടുവിൽ അവിടെ നിന്ന് സ്വന്തം പാർട്ടി ഉണ്ടാക്കി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ബി.ജെ.പിക്ക് പിന്തുണ കൊടുക്കുകയും പിന്നീട് ബി.ജെ.പി. ആവുകയും ഒക്കെ ചെയ്ത നാരായൺ റാണെ കഴിഞ്ഞ മന്ത്രിസഭയിൽ, കഴിഞ്ഞ 2ാം മോദി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. നാരായൺ റാണയുടെ മകനാണ് നിതീഷ് നാരായൺ റാണെ. അപ്പം ആ രീതിയിലുള്ള പാരമ്പര്യമുള്ള ഇക്വേഷൻ കറക്റ്റാണ്. അപ്പോൾ ആ രീതിയിലുള്ള പാരമ്പര്യമുള്ള ഒരാളാണ് കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച്. അപ്പോൾ അടുത്ത ദിവസം ബി.ജെ.പി. നേതാക്കൾ ചോദിക്കും, എന്താ പാകിസ്ഥാൻ അത്ര മോശമാണോ എന്ന് ചോദിക്കുന്നതായിരിക്കും ഉത്തരം. പക്ഷേ ഇങ്ങനെ കേരളത്തെ ഇവർക്ക് ബി.ജെ.പിയുടെ ഉത്തരേന്ത്യൻ നേതാക്കൾക്ക് കേരളം എന്ന് കേട്ടാൽ അങ്ങ് കലിയിളകുകയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അവർക്കിവിടെ ഇപ്പോൾ ഒരു എം പി ഉണ്ടായിട്ട് പോലും ദേഷ്യം മാറുന്നില്ല. ഇനിയും എം പിമാരും എം എൽ എമാരും ഒക്കെ വേണം എന്നാണ് അവരുടെ മനസ്സിലൊരുപ്പെന്ന് തോന്നുന്നു, അല്ലേ സുബീഷ്? എന്തായാലും ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. നാരായൺ റാണെ, ഈ നിതീഷ് നാരായൺ റാണെ ആണെങ്കിൽ നേരത്തെ അമിത്ഷായാണ്. അതിന് തൊട്ട്, അതായത് ഏറ്റവും അവസാനം കിടക്കുന്നത് ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് ആയിരിക്കും. യോഗി ആദിത്യനാഥ് അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ, ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന്, അതായത് യോഗി ആദിത്യനാഥിൻ്റെ നില പരുങ്ങലിലാണ് എന്നൊക്കെ വരുമ്പോൾ ഇവർ കേരളത്തെയാണ് എടുത്ത് അങ്ങ് ഉപയോഗിക്കുന്നത്. യോഗി ആദിത്യനാഥ് അന്ന് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, ഒരു തെറ്റു പറ്റിയാൽ ഉത്തർപ്രദേശ് മറ്റൊരു കാശ്മീരോ കേരളമോ ബംഗാളോ ആകാം. അതായത് ഉത്തർപ്രദേശായിട്ട് നിലനിൽക്കണമെങ്കിൽ ബി.ജെ.പി. തന്നെ ഭരിക്കണം എന്നാണ് പറഞ്ഞത്. അത് 2022-ലാണ്. 2023 കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അമിത്ഷാ പറഞ്ഞത് എന്താണ്? അതായത് ഇവിടുത്തെ വർഗീയ തീവ്രവാദികളെ മൊത്തം ഒതുക്കുന്നത് ബി.ജെ.പി. ആണ്. നിങ്ങൾ സൂക്ഷിക്കണം, തൊട്ടടുത്ത് കിടക്കുന്നത് കേരളമാണ്. അതുകൊണ്ട് കേരളം സൂക്ഷിക്കാൻ പട്ടിയുണ്ട്, സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ കേരളത്തെ അപമാനിക്കുന്ന രീതിയിൽ പരാമർശം നടത്തിയ മുൻഗാമികൾ നിതീഷ് നാരായൺ റാണയ്ക്കുള്ളത് കൊണ്ട് എനിക്കിതിൽ അത്ഭുതമില്ല, സുഖമില്ല. എനിക്കും ഇല്ല അൻഷാദെ. ഈ നിതേഷ് നാരായൺ റാണെ ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഒട്ടുമില്ല അത്ഭുതം. കാരണം ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ പാത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദിമ മനുഷ്യർ അവർക്കൊരു സദാചാര സംഹിതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവർക്ക് ആരുമായും രതിക്രീഡകളിൽ ഏർപ്പെടാമായിരുന്നു. ഇണചേരൽ ആർക്കും തമ്മിൽ പരസ്പരം അതെ 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 ഏറെക്കാലം അങ്ങനെയായിരുന്നു. പിന്നീട് ആധുനിക മനുഷ്യൻ കൊണ്ടുവന്നതാണല്ലോ ഈ സദാചാര ജീവിതക്രമം ഒക്കെ. അപ്പോൾ ഇപ്പോഴും അതൊക്കെ ലംഘിക്കാനുള്ളൊരു പ്രേരണ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ടാവും. ഈ സദാചാര സംഹിത, ആധുനിക ജീവിത ക്രമം, ഇപ്പോൾ ആ ഒരു നാഗരിക സംവിധാനമൊക്കെ അട്ടിമറിച്ചുകൊണ്ട് വേണമെങ്കിൽ ആരുമായിട്ടും ഇണചേരാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യയെ കീഴ്പ്പെടുത്താം എന്നൊക്കെയുള്ള ഒരു ആദിമ ചോദന, മൃഗങ്ങൾക്ക് തുല്യമായ, മനുഷ്യർ മൃഗങ്ങളാണല്ലോ. ഇപ്പോൾ ഈ സദാചാര സംഹിത മാത്രമാണ് അതിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നത്, വേർതിരിച്ച് നിർത്തുന്ന മനുഷ്യരെ. പക്ഷേ എങ്കിലും ഈ ആദിമ ചോദന ഉള്ളിൽ ഉണരും. അങ്ങനെ പറഞ്ഞതുപോലെ ഇവർക്കുള്ളിൽ ഇപ്പോൾ ബി.ജെ.പിക്കകത്തും RSSനകത്തും ഒരു VHP ഉണ്ട്. ഈ VHP തീവ്ര ഹിന്ദുത്വ ലൈനാണ്. ബി.ജെ.പിക്കും RSSനും അത്ര തീവ്രത പോരാ, ഞങ്ങൾ കുറെ കൂടി ആഞ്ഞടിക്കേണ്ടതുണ്ട് എന്ന് ഉറക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടരാണ് ഇവർ.
അപ്പോൾ ഇവർക്ക് ഈ നിതേഷ് നാരായൺ റാണയൊക്കെ ആ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ്. യോഗി ആദിത്യനാഥ് വരെയുള്ളവർ ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് തങ്ങൾക്ക് മറ്റ് അജണ്ടകളൊന്നും വേണ്ട, തൽക്കാലം ഈ രാമക്ഷേത്രമായിരുന്നു നമ്മുടെ പ്രധാന അജണ്ട, അത് കഴിഞ്ഞാൽ കാശി മധുര, അപ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് RSSൻ്റെ ചീഫ് മോഹൻ ഭാഗവത് പറഞ്ഞിട്ടും അപ്പുറത്ത് മുസ്ലിം പള്ളി അടിത്തറ മാന്തി നോക്കാനും ശിവലിംഗം ഉണ്ടോ എന്ന് തിരഞ്ഞു നോക്കാനും യോഗി ആദിത്യനാഥ് പ്രതിനിധാനം ചെയ്യുന്ന ടീമിൻ്റെ പ്രവർത്തകർ രംഗത്ത് വരുന്നത് ഇതുകൊണ്ടാണ്. ഈ RSSനും BJPക്കും അത്ര തീവ്രത പോരാ എന്ന് ശക്തമായി വാദിക്കുന്ന ഒരു തീവ്ര VHP ലൈൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ വിഭാഗത്തിൻ്റെ പ്രതിനിധികളാണ് ഈ പറഞ്ഞ നിതേഷ് നാരായൺ റാണെ അടക്കമുള്ളവർ. ഇതാദ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നേരത്തെ അൻഷാദ് പറഞ്ഞ പോലെ യോഗി ആദിത്യനാഥ് തന്നെ അന്ന് പറഞ്ഞത് ഒരു തെറ്റ് പറ്റിയാൽ UP കേരളമായിട്ട് മാറും. അപ്പം അങ്ങനെ ഒരു തെറ്റ് പറ്റരുത്. BJP അധികാരത്തിൽ മറുപടി നൽകിയിരുന്നു. അന്ന് കേരള മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. BJP അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ, BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശ് കശ്മീരോ കേരളമോ ബംഗാളോ ആയി മാറും. അങ്ങനെ ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് സംഭവിക്കരുത്, നിങ്ങൾ BJPക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ഇനി അമിത്ഷാ അന്ന് ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രസംഗിച്ചത് പോപ്പുലർ ഫ്രണ്ട് രെ മുഴുവൻ സഹായിക്കുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ. നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സൂക്ഷിച്ചോളാൻ. അപ്പോൾ അമിത്ഷാ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ അതൊരു പ്രശ്നമാണല്ലോ. കേരളമാണ് അപ്പുറത്ത്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തൊരു ഭീകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതാണപ്പോൾ ഈ നിതേഷ് നാരായൺ റാണയ്ക്ക് മുൻഗാമികളുമുണ്ട്, ഇത് ഉള്ളിലുണ്ട്. ഇതിപ്പോൾ പ്രധാനമന്ത്രിയായാലും എനിക്ക് തോന്നുന്നു മോദി അങ്ങനെ ഒരു വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിനെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ പറയുമ്പോൾ ഉണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, കേന്ദ്ര പ്രതിരോധ മന്ത്രി, UP മുഖ്യമന്ത്രി, അങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കുകയാണ്. ഭരണനിർവഹണമാണ് ഇവരുടെ പ്രധാന ചുമതല എങ്കിലും ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഉദാഹരണമായി സൂചിപ്പിച്ചതുപോലുള്ള ആദിമ ചേതന ഉള്ളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബഹിർസ്ഫുരണം സാധ്യമാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡയലോഗാണ് എനിക്ക്. അതെന്താ ഡയലോഗ്? നമ്മുടെ SK യാദവിൻ്റെ ആ ഒരു കേസിൽ നമ്മളൊരു കാര്യം ഉദാഹരിക്കുകയുണ്ടായി. SK യാദവ് അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ 2-3 ദിവസം ചർച്ചയ്ക്ക് എടുത്തിരുന്നു. അന്ന് കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, കർണാടക ഹൈക്കോടതി ജഡ്ജി ബംഗളൂരുവിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, മുസ്ലിം മതസമുദായത്തിൽപ്പെട്ട ആളുകൾ കൂടുതലായി താമസിക്കുന്നുണ്ട്, ആ പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായ ഇംപീച്ച്മെൻറ്റ് നീക്കത്തിന് കാരണമായ ഒരു ഘടകം. കർണാടക ഹൈക്കോടതി ജഡ്ജിയാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയാകട്ടെ UP മുഖ്യമന്ത്രിയാകട്ടെ ഭരണനിർവഹണം കൈകാര്യം ചെയ്യുന്ന ആളുകളും ഇങ്ങനെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ ജുഡീഷ്യറിയിലേക്ക് പോയാൽ അവിടെയും ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവർക്ക് മുൻഗാമികളും പിൻഗാമികളുമുണ്ട്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിജയരാഘവൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇത് തന്നെയായിരുന്നല്ലോ. വിജയരാഘവൻ അന്ന് പറഞ്ഞത് രാഹുൽ വയനാട്ടിൽ നിന്ന് ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണ്. പ്രിയങ്കയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ മോശം ഘടകങ്ങളും തീവ്രവാദ ഘടകങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് CPMന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ അതിലുള്ള ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത് വിജയരാഘവൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെയും അങ്ങനെയുള്ള സംഘടനകൾ ഏത് രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നമുള്ളത്. അപ്പോൾ പ്രസ്താവന വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, CPMന്റെ പോളിറ്റ് ബ്യൂറോ ഈ വിഷയം BJP ഏറ്റെടുത്തിരുന്നു, ഈ വിഷയം BJP റീട്വീറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു അതായത് സത്യം മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാണ് അവർ റീട്വീറ്റ് ചെയ്തത്. ഇന്ത്യ മുന്നണിക്കകത്ത് ഇത് വലിയ പ്രശ്നമായി. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വിജയരാഘവനും കേരളത്തിലെ CPMഉം ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്. ഇവർ പറയുന്ന നറേറ്റീവിലല്ല അത്. അതായത് കേരളത്തിന്റെ അതിർത്തി വിട്ടാൽ ഇവർ പറയുന്ന ഇപ്പോഴും ഈ വിജയരാഘവനൊക്കെ വെറും ലോക്കൽ CPM നേതാക്കളെ പോലെയാണ് പെരുമാറുന്നത്. അല്ല, അങ്ങനെ ആകരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് കൃത്യമായിട്ട് മറ്റൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ഇവിടെ BJP ഉണ്ട്, ശക്തികൾ ഉണ്ട് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് വേണം. വിജയരാഘവൻ നമുക്ക് പാലക്കാട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ തൃശ്ശൂരുകാരനായിരിക്കാം, പക്ഷേ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, CPMന്റെ PB അംഗമാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള
സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ അത് കൃത്യമായി മറ്റൊരു രീതിയിൽ ഉപയോഗിക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ അപകടമെന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. യോഗി ആദിത്യനാഥിൻ്റെ കാര്യം അൻഷാദ് പറഞ്ഞു, അമിത്ഷായുടെ കാര്യം ഞാൻ ഉദാഹരിച്ചു, കർണാടക ഹൈക്കോടതി ജഡ്ജി പോലും മുസ്ലിംസ് കൂട്ടമായി താമസിക്കുന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ചു. അതായത് ഓർമ്മയുണ്ടോ, രാഹുൽ ഗാന്ധി അമേഠിയിൽ തോൽക്കാൻ കാരണമായത് എന്താണ്? രാഹുൽ ഗാന്ധി അമേഠിയിൽ തോൽക്കാൻ കാരണമായത് ഇവിടെ വയനാട്ടിൽ നടന്ന ഒരു റാലിയുടെ ഭാഗമായിട്ട് പച്ചക്കൊടി പിടിച്ച് പിന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പോയതാണ്. ഇവർ വലിയ രീതിയിൽ അങ്ങ് പ്രചരിപ്പിക്കുക, പച്ചക്കൊടി കണ്ടാൽ പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഇത് പോകുന്നത്. സുബീഷ്, നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ, അതായത് കേരള സർക്കാർ ഇത് വളരെ ഗൗരവമായിട്ടെടുക്കണം. കേരള സർക്കാർ ഇത് ഗൗരവമായി എടുത്ത് ഇതുപോലുള്ള ഈ ഉത്തരേന്ത്യൻ ഭാഗത്ത് നിന്ന് വരുന്ന ഇതുപോലുള്ള കേരള വിരുദ്ധ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ പോകണം. കേരളം ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോവുക തന്നെ വേണം എന്നാണ് പറയുന്നത്. അതായത് ഇതൊരു നിസ്സാര സംഭവമായി കാണരുത്. അത് മാത്രമല്ല, പല രീതിയിൽ പല മാധ്യമങ്ങളിലൂടെ ഇതിനായി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കേരളം എന്തോ ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ താവളമാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളിൽ നിന്നും ഉണ്ടാകുന്നു. അതിൽ ഭരണനിർവഹണം കൈകാര്യം ചെയ്യുന്നവരിൽ നിന്നും ഏറ്റവും പ്രധാനമായിട്ട് വളരെ ഗൗരവമായിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നു. ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇനി കലയുടെയും സാംസ്കാരിക മേഖലയുടെയും കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേരെ സ്വാധീനിക്കുന്ന ഒരു വിനോദ മാധ്യമമായി നമ്മൾ കണക്കാക്കുന്ന സിനിമയിൽ നിന്നുണ്ടാകുന്നു. ഇപ്പോൾ 2023 അൻഷാദിന് ഓർമ്മയുണ്ടാവും, സുദീപ്തോ സെൻ സംവിധാനം ചെയ്ത കേരള സ്റ്റോറി, ദി കേരള സ്റ്റോറി എന്ന സിനിമ സംഭവിക്കുന്നു. ആ സിനിമയിൽ പറയുന്നത് ഇറാൻ അഫ്ഗാൻ അതിർത്തിയിൽ വെച്ച് പിടിക്കപ്പെടുന്ന ഫാത്തിമ എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിലെ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ഒരു ഫ്ലാഷ് ബാക്കാണ് ആ സിനിമ. ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് ശാലിനി ഉണ്ണികൃഷ്ണൻ എന്നാണ്. ശാലിനി ഉണ്ണികൃഷ്ണൻ ഒരു സാധാരണ നാടൻ പെൺകുട്ടി, തലയിൽ അതെ മുല്ലപ്പൂവൊക്കെ ചൂടി ആ സമയത്തെ പാട്ടും ഒക്കെ ശാലിനി ഉണ്ണികൃഷ്ണനെ ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ശാലിനി ഉണ്ണികൃഷ്ണൻ പിന്നീട് നഴ്സിംഗ് പഠനത്തിനോ മറ്റോ എനിക്ക് തോന്നുന്നു കാസർകോട്ടെ ഒരു കോളേജിലാണെന്ന് തോന്നുന്നു, അവിടെ അഡ്മിഷൻ എടുത്ത് അവിടേക്ക് പോകുന്നു. അവിടെ പരിചയപ്പെടുന്ന മറ്റു കുട്ടികൾ, ഒരു കുട്ടിയുടെ പേര് നിമ മാത്യു എന്നാണ്, മറ്റൊരു കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പിന്നെ മൂന്നാമതൊരു കുട്ടിയുടെ പേര് ആസിഫ എന്നാണ്. ഈ ആസിഫയാണ് ഈ കഥയിലെ വില്ലത്തി. ആസിഫയ്ക്ക് മറ്റൊരു കോക്കസ് ഉണ്ട്. ആ കോക്കസിൽ പുരുഷന്മാരൊക്കെ അടങ്ങുന്ന ഒരു തീവ്രവാദ സംഘടനയിലേക്ക് മതം ത്തിന് പെൺകുട്ടികളെ വിധേയരാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി മാത്രമാണ്, ലവ് ജിഹാദ്. ആ പ്രതിനിധിയാണ് ആസിഫ. ആസിഫ വഴി ശാലിനി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ മതം മാറ്റത്തിന് വിധേയരാകുന്നു. ഒടുവിൽ സിറിയയിലേക്ക് ഈ ശാലിനി ഉണ്ണികൃഷ്ണൻ ഫാത്തിമയായിട്ട് എത്തുന്നു. ഇതിനകത്ത് നിരവധി മറ്റു കഥാതന്തു സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഈ നിഷ്കളങ്കരായ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെ മുസ്ലിം മതത്തിലേക്ക് മതം മാറ്റുന്ന ഒരു സ്റ്റേറ്റാണ്. അതിനുവേണ്ടി സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഈ സിനിമയിൽ പറയുന്നത് 32,000 പേരെ ഇപ്രകാരം മതം മാറ്റത്തിന് വിധേയരാക്കി സിറിയയിലേക്ക് കടത്തി എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനെതിരെ വലിയ വിമർശനങ്ങളുണ്ടായി, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അതിനുശേഷം ഒരുപാട് ന്യായീകരിക്കാനൊക്കെ സുദീപ്തോ സെൻ അന്ന് ശ്രമിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ സുദീപ്തോ സെൻ തന്നെ സമ്മതിച്ചു. കാരണം ഈ 32,000 എന്നുള്ള കണക്ക് തെറ്റാണ്, അത് സിനിമയിൽ സാങ്കല്പികമായി ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്ന്. അപ്പോൾ ഇതാണ് ദി കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ഇത് ഒരു റിയാലിറ്റിയാണ്, യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് എന്ന് കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, രാജ്യത്തെ ആകമാനം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അന്ന് ദി കേരള സ്റ്റോറി എന്ന പേരിൽ നടത്തിയത്. അന്ന് വലിയ രീതിയിൽ ഓടുകയും വലിയ രീതിയിൽ ഇത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കർണാടകത്തിൽ വന്ന് പ്രസംഗിച്ചത് ഇതാ മഹത്തായ ഒരു സിനിമ ഉണ്ടായിരിക്കുന്നു, നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി കാണൂ, ഇതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കം പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു നരേറ്റീവാണ്, അപകടകരമായിട്ടുള്ള തെറ്റായിട്ടുള്ളൊരു നരേറ്റീവാണ് ആ സിനിമയിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. എന്നിട്ടിത് തെറ്റാണ്, പൊട്ടക്കണക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് ഒരുപാട് ആളുകൾ പോകുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം മാത്രമാണ് ഈ 32,000 പേര് എന്നുള്ളത് സാങ്കല്പികമായ കണക്ക് മാത്രമാണ് ചിത്രത്തിന്റെ സംവിധായകന് സമ്മതിക്കേണ്ടി വരുന്നത്. ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അതിന് കേരളം മറുപടി നൽകിയത്, ഇന്നിപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൻഷാദെ, ഒരു
1 മണിക്കൂർ മുമ്പാണ്, 1-2 മണിക്കൂർ മുമ്പാണ് റിയാദിലെ കോടതി അബ്ദുൾ റഹീമിൻ്റെ മോചനം സംബന്ധിച്ചുള്ള കേസ്, സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനം സംബന്ധിച്ച കേസ് 5ാം തവണയും മാറ്റിവെക്കുന്നത്. ഇനി ജനുവരി 15-നാണ് കേസ് പരിഗണിക്കുന്നത്. അന്ന് റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നു 34 കോടി രൂപയോ മറ്റോ ദിവസങ്ങൾക്കകം, മണിക്കൂറുകൾക്കുള്ളിൽ പിരിച്ചു കൊടുക്കണം എന്നൊരു ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ കേരളം ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് മണിക്കൂറുകൾക്കകം 35 കോടി സമാഹരിച്ചുകൊണ്ട് ദി കേരള സ്റ്റോറി വന്നതിന് ശേഷം നടന്ന സംഭവമാണ്. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ദി കേരള സ്റ്റോറി ഉയർത്തിയ പ്രൊപ്പഗണ്ടയ്ക്കുള്ള മറുപടി നൽകുകയുണ്ടായി. ഇന്നിപ്പോൾ റഹീമിൻ്റെ മോചനം സംബന്ധിച്ചുള്ള കേസ് 5ാം തവണയും മാറ്റിവെച്ച ഒരു ദിവസമാണ്. യാദൃശ്ചികമായി ഈ വിഷയം നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ എന്താണ് കേരളം? അതിന് വിപരീതമായി മറ്റൊരു രീതിയിൽ ഭീകര പ്രസ്ഥാനങ്ങളുടെ താവളമായി, മതം മാറ്റങ്ങൾ ധാരാളമായി നടക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളത്തെ മാറ്റാനുള്ള ശ്രമം ഒറ്റപ്പെട്ടതല്ല, അത് ആസൂത്രിതമാണ്. അത് നിതേഷ് നാരായൺ റാണെ പറയുമ്പോൾ അതിനെ അത്രയ്ക്ക് നിഷ്കളങ്കമായിട്ട് കാണാനാകില്ല. എവിടെയൊക്കെ മതമൈത്രി ഉണ്ടോ, എവിടെയൊക്കെ മതസാഹോദര്യമുണ്ടോ അതൊക്കെ തകർക്കാൻ വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞ RSSനകത്തും BJPക്കകത്തും ഒക്കെ പ്രവർത്തിക്കുന്ന, BJPക്കും RSSനും അത്ര തീവ്രതയില്ല എന്ന് വാദിക്കുന്ന തീവ്ര ഹിന്ദുത്വ ശക്തികൾ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. അവരാണ് അജ്മീർ ദർഗ പൊളിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. അവരാണ് വാവര് പള്ളി ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൻ്റെ മതസാഹോദര്യം തകർക്കാൻ വേണ്ടിയും മുന്നോട്ട് വരുന്നത്. അതിനെതിരെ നേരത്തെ അൻഷാദ് പറഞ്ഞതുപോലെ കേരളം ഇതൊന്നും അങ്ങനെ നിസ്സംഗമായിട്ട് നിഷ്കളങ്കമായിട്ട് കാണരുത്. കോടതിയെ സമീപിക്കണമെങ്കിൽ കോടതിയെ സമീപിക്കണം. ഇത്തരം പ്രസ്താവനകൾ ആരുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത് എങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നാണോ, ഡൽഹിയിൽ നിന്നാണോ, ഉത്തർപ്രദേശിൽ നിന്നാണോ, എവിടെ നിന്നായാലും ശക്തമായിട്ട് അതിനെ എതിർക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. സുബീഷ്, ഇത് ഈ നേരത്തെ സുബീഷ് പറഞ്ഞ പോലെ ഇത് നിഷ്കളങ്കമായി കാണേണ്ടത് ഒന്നല്ല. അതായത് ഇതിപ്പോൾ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നു, അമിത്ഷാ പറയുന്നു സൂക്ഷിച്ചോ എന്ന് പറയുന്നു. ഒന്ന് തെറ്റിയാൽ നിങ്ങൾ കേരളമാകുമെന്ന് ഉത്തർപ്രദേശിൽ ഇരുന്നു കൊണ്ട് യോഗി ആദിത്യനാഥ് എന്ന ഒരു മതപുരോഹിതനായ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടി സൃഷ്ടിക്കുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. കേരളം എന്തോ അപകടകരമായ ഒരു സംസ്ഥാനം, കേരളം മൊത്തം മുസ്ലിം തീവ്രവാദികളുടെ കയ്യിലിരിക്കുന്നു. ഇത് സുബീഷ് ഒന്ന് ഓർത്തു നോക്കൂ. ഒരു 10 വർഷം മുമ്പുള്ള ഇവിടുത്തെ ഒരു മതമൈത്രിയുടെ കാര്യം പറയുന്നത് പോലെ ഇന്ന് നമുക്ക് ഈ കേരളത്തിലെ തന്നെ മതമൈത്രിയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കേരള സ്റ്റോറി കേരളത്തിലെ ജനങ്ങൾ, ഭൂരിഭാഗം ജനങ്ങളും തള്ളിക്കളഞ്ഞു. പക്ഷേ ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ കേരളത്തിലുമുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. മാത്രമല്ല കേരളത്തിലെ സാധാരണ ഹിന്ദുക്കൾ, അതായത് ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാത്ത കേരളത്തിലെ സാധാരണ മനുഷ്യരിലേക്ക് ഈ കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ വാട്സപ്പുകളിലൂടെ ഇത് BJP, RSS, VHP അങ്ങനെയുള്ള ഈ കേരളത്തിൽ ഇതെല്ലാം പ്രശ്നമാക്കണം, കേരളത്തിലെ മതമൈത്രി തകർക്കണം, കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കണമെന്ന് ഉറപ്പിച്ചിട്ടുള്ള ക്ഷുദ്രശക്തികളെന്ന് തന്നെ ഞാൻ പറയും. അവർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ജീവിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരും റിട്ടയേർഡ് ആയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ഉണ്ട്. ഞാൻ ഇതിന് ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ടായി. 2 വീട്ടുകാർ തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അപ്പുറത്തെ വീട്ടുകാർ ഒരു മതം, ഇപ്പുറത്ത് മറ്റൊരു മതം. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഒന്ന് സംസാരിച്ച് രണ്ടാമത്തെ സംസാരത്തിലേക്ക് വരുമ്പോൾ പ്രാദേശികത്വം കടന്നു വരുന്നു, മതം കടന്നു വരുന്നു. അതായത് ഒരു കൂട്ടർ സംസാരിക്കുന്നതും അടുത്ത ഉടനെ വരുന്ന വാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് വന്നതല്ലേ, അല്ലെങ്കിൽ നീ ഈ മതക്കാരനല്ലേ, നീ എന്തിനാണ് ഇവിടെ വാടകക്കാരനായിട്ട് വന്നിട്ട് ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ നിസ്സാരമായി കാണേണ്ടതല്ല. ഞാൻ അതാണ് പറഞ്ഞത്, കേരള സർക്കാർ മുൻകൈയെടുത്ത് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ പോകണം. എന്താണ് കേരളം എന്നുള്ളത്, കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ എന്നുള്ളത് തുറന്നു കാട്ടപ്പെടണം. കാരണം എന്ന് വെച്ചാൽ കേരളം ഇങ്ങനെയല്ല, മിനി പാകിസ്ഥാൻ അല്ല കേരളം കേരളമാണ്. കേരളം മറ്റെങ്ങുമില്ലാത്തൊരു മാതൃകയാണ് എന്ന് നമ്മൾ ഇന്ത്യയോട്, അതായത് ഇതെല്ലാം വിശ്വസിച്ചിരിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക്
പറഞ്ഞു കൊടുക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും എന്തായാലും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കെടുതികൾക്കപ്പുറത്ത് പറയുന്ന നിതേഷ് നാരായൺ റാണയാണെങ്കിലും യോഗി ആദിത്യനാഥ് ആണെങ്കിലും ഇനിയിപ്പോൾ അമിത്ഷാ ആണെങ്കിലും അതിനെയൊക്കെ അതിൻ്റെതായ വകതിരിവിൽ മാത്രം കണ്ടുകൊണ്ട് അതിനൊക്കെ അപ്പുറത്ത് നമ്മളെല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന അതെ മത സാഹോദര്യവും മാനവികതയും ഒക്കെയുണ്ട്. ഇപ്പോഴും എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് ഞമനേങ്ങാട് എന്നാണ്. ഞമനേങ്ങാട് മർഹൂം മേനിക്കുട്ടി മുസ്ലിയാരുടെ പള്ളിയിൽ ആണ്ട് നേർച്ചയ്ക്ക് പോത്തിറച്ചിയും നെയ്ച്ചോറും ഒക്കെ കൊണ്ടുവന്നിരുന്നത് ഞാനടക്കമുള്ള ഹിന്ദുക്കൾ താമസിക്കുന്ന വീടുകളിലേക്ക് ഒക്കെയാണ്. കാസർഗോഡ് ഒരു മണ്ഡലകാല ഭജന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്മസ് കരോൾ അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായി വരുന്നതും ഭജന നിർത്തിവെച്ചുകൊണ്ട് കരോളിൽ കരോളിൽ എല്ലാവരും പങ്കുചേരുന്നതും കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. അതാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതമൈത്രിയും മാനവികതയും. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനെ ശക്തിയുക്തം നേരിടാൻ നമുക്ക് സാധിക്കട്ടെ നാളേകളിലും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.